ഈ കഴിഞ്ഞ ദിവസം TV ചാനലിലെ ഒരു സംവാദത്തിൽ മറുവിഭാഗത്തിലെ സീനിയറായിരിക്കുന്ന ഒരു മെത്രാപ്പൊലീത്ത പറയുന്നത് കേൾക്കാനിടയായി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 1934 ഭരണഘടനയുടെ ആദ്യ ഗ്ലോസിൽ തന്നെ പറയുന്നുണ്ടല്ലോ, മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ അന്ത്യോക്യ പാത്രിക്കീസ് ആണെന്നും മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗമാണെന്നും പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് പാത്രിക്കീസിനെ അംഗീകരിക്കാൻ ഇത്ര വിഷമം എന്ന് ചോദിക്കുകയുണ്ടായി. 1934 ഭരണഘടന ആ അഭിമന്യ തിരുമേനി വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 1934 ഭരണഘടനയുടെ ഒരു ക്ലോസിലും 136 ക്ലോസിൽ ഒരെണ്ണത്തിൽ പോലും പരമാധ്യക്ഷൻ എന്നുള്ള ഒരു വാക്ക് ഇല്ല. അത് ഓർത്തഡോക്സ് സഭകളുടെ വേദശാസ്ത്രവുമല്ല. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാന മേലധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്രൈമറ്റ് എന്നാണ്. പരമാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം ഹെഡ് എന്നാണ്. മലങ്കര സഭയെ സംബന്ധിച്ച് മാത്രമല്ല, ഓർത്തഡോക്സ് സഭകളുടെ എല്ലാം വിശ്വാസം സഭയുടെ പരമാധ്യക്ഷൻ യേശുക്രിസ്തുവാണെന്നുള്ളതാണ്. കാരണം സഭയെന്ന് പറയുന്നത് ഈ പ്രദേശത്ത് കാണുന്ന കുറച്ച് ആളുകളുടെ ഒരു സംഘടനയായിട്ട് ഓർത്തഡോക്സ് സഭകൾ മനസ്സിലാക്കുന്നില്ല. പരിശുദ്ധ തൃത്വവും ഇതിനു മുമ്പ് കടന്നുപോയിരിക്കുന്നതായ പിതാക്കന്മാരും പരിശുദ്ധന്മാരും ജീവനോടിരിക്കുന്നവരും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണ് പരിശുദ്ധ സഭ. ആ സഭയ്ക്ക് ഒരു ആ സമയത്ത് ഒരു പരമാധ്യക്ഷൻ മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ലോകത്തിലെ സഭകളുടെ ക്രമീകരണത്തിൽ അധ്യക്ഷന്മാരുണ്ട്, പ്രധാന മേലധ്യക്ഷന്മാരുണ്ട്. അധ്യക്ഷന്മാരും മേലധ്യക്ഷന്മാരും പ്രധാന മേലധ്യക്ഷന്മാരും കൂടുമ്പോൾ ഒരു പ്രാദേശിക സഭയുടെ അധ്യക്ഷന് പ്രൈമേറ്റ് അഥവാ പ്രധാന മേലധ്യക്ഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സുപ്രീം ഹെഡ് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭകളുടെ വേദശാസ്ത്രത്തിൽ പെടുന്നതായ ഒരു കാര്യമല്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ മലങ്കര സഭയുടെ 34 ഭരണഘടനയിൽ ഒരിടത്ത് പോലും പറയുന്ന ഒരു കാര്യമല്ല. രണ്ടാമത് അവിടെ പറഞ്ഞ ഒരബദ്ധം, മലങ്കര സഭ അന്ത്യോക്യനോ സുറിയാനി സഭയുടെ ഒരു ഭാഗമാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. മലയാളത്തിലുമില്ല, ഇംഗ്ലീഷിലുമില്ല. ഇത് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്ന ഒരു വാക്കാണ്. ഭാഗവും വിഭാഗവും തമ്മിൽ വ്യത്യാസമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഡിവിഷൻ എന്ന് പറയുന്ന വാക്ക് ഒരു ക്ലാസ്സിലാണെങ്കിൽ A ഡിവിഷനും B ഡിവിഷനും ഉണ്ട്, അതിന് ക്ലാസ് ടീച്ചർമാരുണ്ട്. A ഡിവിഷൻ്റെ മുകളിൽ B ഡിവിഷനിലെ ക്ലാസ് ടീച്ചർക്കോ ആർക്കും അവകാശമില്ല. അത് സാധാരണഗതിയിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഓർത്തഡോക്സ് സഭകളുടെ ഒരു പാരമ്പര്യം, നമ്മുടെ സഹോദര സഭയെന്ന് നമുക്ക് വിളിക്കാവുന്ന ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭയുണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് എന്നാണ് പറയുന്നത്. ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭയ്ക്ക് ഓരോ സ്ഥലങ്ങളിലുമുള്ള അവരുടെ സഭകളെല്ലാം സ്വതന്ത്രമാണ്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ളതാണ് സ്ലാവോണിക് സഭകളെല്ലാം. റഷ്യൻ ഓർത്തഡോക്സ് സഭ, ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭ, റൂമേനിയൻ ഓർത്തഡോക്സ് സഭ, ചെക്കോസ്ലോവാക്യൻ അല്ലെങ്കിൽ സെർബിയൻ ഓർത്തഡോക്സ് സഭ, മാസിഡോണിയൻ ഓർത്തഡോക്സ് സഭ തുടങ്ങിയവ. ഇവയെല്ലാം ഓരോ കാലഘട്ടത്തിൽ
ഗ്രീക്കുകാരുടെ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ടുണ്ടായതാണെങ്കിലും കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതെല്ലാം സ്വതന്ത്രമാക്കി നിൽക്കുകയാണ്. ഈ സ്വതന്ത്ര സഭകൾക്കെല്ലാം പാത്രികേശന്മാരുണ്ട്. അവരുടെ ഭരണം നിർവഹിക്കുന്നതായ സ്വതന്ത്ര സഭകളാണ്. എന്നാൽ അവർക്കൊരു എക്യൂമെനിക്കൽ പാത്രിയാർക്കുണ്ട്. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലെ ആർച്ച് ബിഷപ്പാണ്, അഥവാ പേറ്റിയാർക്കാണ്. റോമിന് ശേഷം കോൺസ്റ്റാന്റിനോപ്പിൾ പേറ്റിയാർക്കായപ്പോൾ ഉള്ളതാണ്. അതൊരു ഓണററി പൊസിഷനാണ് എക്യൂമെനിക്കൽ പേറ്റിയാർക്ക് എന്ന് പറയുന്നത്. ഈ എക്യൂമെനിക്കൽ പേറ്റിയാർക്കിന് ബൈസന്റിയൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലെ ഒരു സഭകളുടെ മേലും യാതൊരു തരത്തിലുള്ള അധികാരവും അവകാശവുമില്ല. അതൊരു ഭരണഘടനയിലുമില്ല, അവരുടെ ഒരു സഭയുടെയും ഭരണഘടനയിലില്ല. എന്നാൽ അതേ സമയത്ത് ബൈസന്റിയൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള എല്ലാവരും, എല്ലാ പ്രധാന മേലധ്യക്ഷന്മാരും ഒരുമിച്ച് കൂടി വരുമ്പോൾ ആ സദസ്സിൽ എക്യൂമെനിക്കൽ പേറ്റിയാർക്കിന് ഒരു ബഹുമാന്യ സ്ഥാനമുണ്ട്. ആ സ്ഥാനമാണ് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ രണ്ട് ഭാഗങ്ങളായിരിക്കുന്ന പാശ്ചാത്യ ഓർത്തഡോക്സ് സഭ, അന്ത്യോക്യൻ കേന്ദ്രമായിരിക്കൊണ്ടിരിക്കുന്ന ഓർത്തഡോക്സ് സുറിയാനി സഭയുടെയും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെയും ഈ രണ്ട് ഡിവിഷനുകൾ ഒരുമിച്ച് ചേരുന്നിടത്ത് അവിടെ അന്ത്യോക്യ പാത്രികേസിന് പ്രധാന മേലധ്യക്ഷ സ്ഥാനമെന്നുള്ളത് മലങ്കര സഭ അനുവദിച്ചിരിക്കുന്നത്, ഭരണഘടനയിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറമായിട്ട് അതിന് യാതൊരു സാങ്കത്യവുമില്ല, യാതൊരു ഭരണക്രമവുമില്ല എന്നുള്ളത് അനേക സത്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് കോടതി വിധി മുഖാന്തരം 1889 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ 1958 1995 2017 തുടങ്ങിയ എല്ലാ കേസുകളിലും അല്ലെങ്കിൽ അതിൻ്റെ വിധികളിലും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള തെറ്റിദ്ധാരണ അറിവില്ലാഞ്ഞിട്ടാണോ അതോ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണോ എന്നറിയില്ല.